ഹായ് ഓൾ. ഇപ്പോൾ 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെടുത്ത ട്രേഡും എൻട്രീസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ടോട്ടൽ 4 ട്രേഡ് എടുത്തു. അതിൽ 3 SLും ഒരു ടാർഗറ്റുമാണ്. 100 ഡേയ്സ് ചാലഞ്ച് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ദിവസം 4 എൻട്രി എടുക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഏത് ടൈമിനാണ് എൻട്രി എടുത്തത്, SL അടിച്ചത്, ടാർഗറ്റ് അടിച്ചത് എന്നുള്ളതൊക്കെ. അതിൽ ഇതിപ്പോൾ 4 എൻട്രി എന്ന് പറയുമ്പോൾ ഈ ചലഞ്ച് തുടങ്ങിയ സമയത്ത് ഒരു ദിവസം മാക്സിമം ഇത്ര ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാക്സ് ലോസ് എന്നൊക്കെ പറയില്ല, ഒരു ദിവസം മാക്സിമം ഇത്ര ലോസ് വരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള റൂളും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചില്ല. അതൊക്കെ നമ്മളെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളാണ്. പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചിട്ട് ഈ ചലഞ്ചിൽ ഒരു ദിവസം എത്ര ട്രേഡ് വേണമെങ്കിലും എടുക്കാം, എത്ര SL ആയാലും കുഴപ്പമില്ല, എത്ര ടാർഗറ്റ് ആയാലും കുഴപ്പമില്ല, ഒന്നുമില്ല. അതിൽ ഒറ്റ കണ്ടീഷൻ, രണ്ട് കണ്ടീഷനുള്ള ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എൻ്റെ സ്ട്രാറ്റജി പ്രകാരം എൻട്രി മാത്രമേ എടുക്കുള്ളൂ. 2, റിസ്ക് റിവാർഡ്, പ്രോപ്പർ റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ എൻ്റെ സ്ട്രാറ്റജി പ്രകാരം മാത്രമേ എടുക്കുള്ളൂ പറയുമ്പോൾ അത്രയും നല്ല ട്രേഡ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ പല ദിവസങ്ങളിൽ ഒരു എൻട്രി ഉള്ള ദിവസങ്ങൾ ഇതിൽ ജേണലിൽ കാണിച്ചു തരാം. അതിൽ ഒരു എൻട്രി മാത്രമുള്ള ദിവസങ്ങളുണ്ടാവും, 2 എൻട്രി ഉള്ള ദിവസങ്ങളുണ്ടാവും, 3 എൻട്രി ഉള്ള ദിവസങ്ങൾ ഉണ്ടാവും, 4 എൻട്രി ഉള്ള ദിവസങ്ങളുണ്ടാവും, എൻട്രി തരാത്ത ദിവസങ്ങളുണ്ടാവും. ചില എൻ്റെ വീഡിയോസിൽ, പഴയ വീഡിയോസിലൊക്കെ നോക്കിയാൽ കാണാം, ചില ദിവസം എൻട്രി ഇല്ല. എന്നിട്ടും ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, അന്ന് എൻട്രി ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ദിവസം എൻട്രി എടുക്കാറേ ഇല്ല. അപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടൽ ഇതാണ് ഒരു ട്രേഡറിന് വേണ്ട ഏറ്റവും നല്ലൊരു സ്കില്ല്. പല സ്കില്ലുകളും ഉണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ല് ഞാൻ കണക്കാക്കുന്നതാണ്. അതായത് നമ്മളെ സെറ്റപ്പ് പ്രകാരം എൻട്രി കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ ഒന്നും നോക്കാതെ അത് എടുക്കുകയും ചെയ്യണം. സ്ട്രാറ്റജി പ്രകാരമുള്ള എൻട്രി ഒന്നും കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാന്ന് പറഞ്ഞത്. അത് ഒരു ദിവസം ഫുള്ളിരിക്കണമെങ്കിൽ അങ്ങനെ, 2 ദിവസം 3 ദിവസം എത്ര ദിവസമായാലും ശരി, സ്ട്രാറ്റജി പ്രകാരം കിട്ടിയിട്ടില്ലെങ്കിൽ അടങ്ങിയിരിക്കുക വേണം. കിട്ടിയാൽ ഇന്നിപ്പോൾ 4 എൻട്രി കിട്ടി, 4 എടുത്തു. എൻട്രി കിട്ടാത്ത ദിവസം ഒന്നും എടുക്കില്ല ഞാൻ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സ്കില്ല് ആണ് ഏറ്റവും പ്രധാനമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ഡീറ്റെയിൽസിൽ നോക്കി നോക്കാം നമുക്ക്. ഞാൻ ചെയ്യുന്നത് ലിക്വിഡിറ്റി കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അത് പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് 2 SL രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ആയിരുന്നു. ഫസ്റ്റ് ട്രേഡ് ഇന്ന് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് ഈ ഒരു ലിക്വിഡിറ്റീൻ്റെ മേലെ പോയ സമയത്ത് താഴോട്ടേക്ക് ഒരു എൻട്രി എടുത്തു, അവിടെ നിന്ന് തന്നെ SL അടിച്ച് പെട്ടെന്ന് തന്നെ. പിന്നെ സെക്കൻഡ് ട്രേഡ് ഇവിടെ ഒരു ഡബിൾ ടോപ്പ് എന്നൊക്കെ പറയാം, ആ ഒരു ലിക്വിഡിറ്റീൻ്റെ മേലെ പോയ സമയത്ത് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്ത്. അത് ലോ ടൈം ഫ്രെയിമിൽ പോയി ഞാൻ കാണിച്ചു തരാം, ആദ്യം ഹൈ ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റീൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്ത് അത് SL അടിച്ച്. പിന്നെ തേർഡ് ഒരു ട്രേഡ് ഇവിടെ നിന്നായിരുന്നു, ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ ടാപ്പ് ചെയ്ത സമയത്ത് മേലോട്ടേക്ക് ഒരു എൻട്രി എടുത്ത് അത് ടാർഗറ്റ് അടിച്ച് 100 പോയിൻറ്റ്. ഇവിടെ ഈ ക്യാൻഡിൽ എങ്ങാനാണെന്ന് തോന്നുന്നു ടാർഗറ്റ് അടിച്ച്. അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ കളിച്ച് പിന്നെ എടുത്തൊരു ട്രേഡ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു ലിക്വിഡിറ്റീനെ എടുത്താണ് ലാസ്റ്റ് ട്രേഡ് SL അടിച്ചത്. അത് ഈ ഒരു ലിക്വിഡിറ്റിയാണ്, ഈ ക്യാൻഡലിൻ്റെ ഒരു ലോ ഏരിയ. അതെടുക്കാനുള്ള കാരണം, ഇത്ര ചെറിയ ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാനുള്ള കാരണം, വേറൊരു ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട്. ഇവിടെ സോറി, അത് എൻ്റെ ട്രേഡിങ്ങിൻ്റെ ടൈമിലുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. ഓക്കെ, പോട്ടെ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും ഉണ്ട്. അതായത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ താഴോട്ടേക്ക് എൻട്രി എടുക്കും, അപ്പോൾ അതിന് ഫേക്ക് ചെയ്ത് മേലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ അതും അതിൻ്റെ ഒപ്പം ഈ ഒരു ചെറിയ ലിക്വിഡിറ്റിയും, അത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ഇവിടെ ഒരു എൻട്രി മേലോട്ടേക്ക് എടുത്തത്, അത് SL അടിച്ചു. അപ്പോൾ അത്രയാണ് ഇനി ഇന്നത്തെ എൻട്രീസ്. ബാക്കി നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒന്ന് നോക്കി നോക്കാം, കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടാണ്. അതിൽ ഫസ്റ്റ് എൻട്രി വന്നത്, ടൈം നോക്കാം, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. ഫസ്റ്റ് എൻട്രി 9:24. ഫസ്റ്റ് എൻട്രി 9:24 എടുത്തിട്ട് 24 SL അടിച്ച് 24:06 എടുത്തിട്ട് 27 ആയപ്പോൾ SL. അതായത് വേറൊരു 20-21 സെക്കൻഡേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ തന്നെ SL അടിച്ച്. അത്രയും പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഓക്കെ, 9:26 ക്യാൻഡിൽ വെച്ചാൽ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുത്തത്. ഈ ക്യാൻഡിൽ എൻട്രി എടുത്തു, ഈ ക്യാൻഡിൽ തന്നെ SL അടിച്ചു. ഓക്കെ, അത് പോട്ടെ. പിന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് 9. അപ്പോൾ വീഡിയോ ചെറുതായിരുന്നു സ്റ്റക്കായി പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ രണ്ടാമത്തെ എൻട്രിയിലാണ്. ഇനി രണ്ടാമത്തെ എൻട്രി എടുത്ത് 9:42 9:42 അടുത്ത് 43 SL അടിച്ച്. 1 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 42 ഈ ഒരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലെടുത്ത് തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ SL അടിച്ച് കുറച്ചൊക്കെ മേലോട്ടേക്ക് പോയി. പിന്നെ അവിടെ ഒന്നും ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞേരാണ് കിട്ടിയത്. ഒരു 11:28 ആയപ്പോഴാണ് അടുത്ത എൻട്രി, ടാർഗറ്റ് അടിച്ച എൻട്രി എടുത്തത്.
അത് 11:28 12:26 ഏകദേശം 1 മണിക്കൂർ 58 മിനിറ്റോളം ഉണ്ടായിരുന്നു. 1 മണിക്കൂറോളം എൻട്രി നോക്കിയിരിക്കുകയാണ്. ഇനി 11 ടൈം എത്രയാണ്? 11:28 12:26 11:28 ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ് ഏത് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഇവിടെ എൻട്രി എടുത്തത് എന്നുള്ളത്. 11:28 എൻട്രി എടുത്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് ടാർഗറ്റ് അടിച്ചത് 12:26 ഈ ഒരു ക്യാൻഡിൽ. ഈ ക്യാൻഡിലിൽ നല്ലൊരു സ്പൈക്ക് കിട്ടി പ്രീമിയത്തിൽ. പെട്ടെന്ന് 100 പോയിന്റ് ടാർഗറ്റ് അടിച്ച് തിരിച്ചു വന്നതാണ്. ഇത്രയും നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്ന് പെട്ടെന്നൊരു സ്പൈക്കായിരുന്നു ഈ ഒരു ക്യാൻഡിൽ. പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കര ഒരു സ്പൈക്ക് കിട്ടി അതേമാതിരി ഇറങ്ങിപ്പോകും. അതാണ് മൂന്നാമത്തെ ട്രേഡ്. ഇനി നാലാമത്തെ ട്രേഡ് എടുത്ത ടൈം 14:31 2:31 2:56 SL അടിച്ചത്. 14:31 പറയുമ്പോൾ 14:31 ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ എൻട്രി എടുത്തു. അപ്സൈഡ് എൻട്രി ആയിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ ടാർഗറ്റിലൊക്കെ പോയി. അത് ടാർഗറ്റ് അടിച്ചെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. എക്സലൊക്കെ എഴുതി വെച്ചിനി 1500 പ്രോഫിറ്റ് എന്നൊക്കെ. എക്സലോടെ ഉണ്ട് അതിൻ്റെ 1500 പ്രോഫിറ്റൊക്കെ എഴുതി വെച്ചിട്ട് ഇപ്പോൾ വരും ഞാൻ വെച്ചാൽ അവിടെ സാധനം താഴേറ്റേക്ക് വന്ന് ഏത് ക്യാൻഡിലേനും ഈ ക്യാൻഡിലാണ് കൊണ്ട് SL അടിച്ചത്. 14:56 ക്യാൻഡിൽ SL അടിച്ചു. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ട്രേഡ് ഡീറ്റെയിൽസൊക്കെ. ടോട്ടൽ 4 ട്രേഡ്. അതിൽ 1:5 റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഈ 4 ട്രേഡിൽ 3 SL അടിച്ച് വെറും 1 മാത്രം ടാർഗറ്റ് അടിച്ചിട്ടും ഓവറോൾ പ്രോഫിറ്റിൽ നിൽക്കാൻ പറ്റുന്നത്. ബാക്കി ഇതുവരെയുള്ള ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബാക്കി എല്ലാ ട്രേഡിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലുണ്ട്, നോക്കി നോക്കിയാൽ കാണാൻ കഴിയും. ഇത് തുടങ്ങിയിട്ടിപ്പം 20 ട്രേഡ്സായി ടോട്ടൽ ചലഞ്ച് തുടങ്ങിയതിന് ശേഷം. ആ 20 ട്രേഡ്സ് കഴിഞ്ഞ് നിൽക്കുമ്പം ഓവറോൾ ഏകദേശം 27% പ്രോഫിറ്റിലാണ്. ഓവറോൾ 6,900 പ്രോഫിറ്റിലാണ്. 25,000 വെച്ചിട്ടാണ് തുടങ്ങിയത്. അതിൽ 20 ട്രേഡ്സാണ് ടോട്ടൽ എടുത്തത്. 7 ടാർഗറ്റ് 13 SL. അപ്പോൾ ഇത്രയാണ് ഇതുവരെയുള്ള പുരോഗമനം. ബാക്കിയുള്ള വീഡിയോസായിട്ട് അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ ബൈ.